ഹലോ ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് രാജ്യാന്തര ശിശുദിനമാണ്. പല രാജ്യങ്ങളിലും പല ദിവസമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. പിള്ളേരായതുകൊണ്ട് നിങ്ങളുടെ കാര്യം ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല മക്കളെ, അങ്ങനെയല്ല. നിങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. വിദ്യാഭ്യാസവും വിനോദവും ഒന്നും നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാനാവില്ല. അപ്പോൾ കുട്ടികളെ, ആ അവകാശങ്ങളെക്കുറിച്ച് അറിയുന്ന ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകാൻ 1000 ആശംസകൾ അറിയിച്ചുകൊണ്ട് ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പോൾ നമുക്ക് തലക്കെട്ടുകളിലേക്ക് അങ്ങട്. ഹൈക്കോടതിയുടെ അന്ത്യശാസന ഫലിച്ചു. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ തീരുമാനമാക്കി സർക്കാർ. ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ കൂട്ടും. UP വിഭാഗത്തിൽ 2ഉം ഹൈസ്കൂളിൽ 6 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനം. LP ക്ലാസുകാർക്ക് അധിക ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമല്ല. റീയൂസ് ഹീറോസ് റിയൽ ഹീറോസ് ക്യാമ്പയിനുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ. ഇത്തവണ സ്കൂളിൽ പോകുമ്പോൾ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് A+ സാക്ഷ്യപത്രം നൽകും. വിവരങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വിശദ വിവരങ്ങൾക്ക് ശുചിത്വ മിഷന്റെ ലിങ്ക് സന്ദർശിക്കാം. ഈ മാസം 15-ന് ആരംഭിക്കുന്ന നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി നടത്തിയാൽ മതിയെന്ന് സുപ്രീം കോടതി. 2 ഷിഫ്റ്റായി പരീക്ഷ നടത്താനുള്ള NBE തീരുമാനം കോടതി റദ്ദാക്കി. പരീക്ഷാ കേന്ദ്രങ്ങളുടെ കുറവ് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന NBE വാദം തള്ളി. ഒറ്റ ഷിഫ്റ്റായി പരീക്ഷ നടത്താനാവശ്യമായ 900 കേന്ദ്രങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പരീക്ഷ നീട്ടിവെക്കാൻ അപേക്ഷ നൽകാമെന്ന് കോടതി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂരങ്ങളുടെ നാടായ നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഗഡികൾക്കൊപ്പം നമ്മുടെ സൂരജ് സജിയുണ്ട്. ഒട്ടേറെ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ പരീക്ഷണശാലയും അവിടുത്തെ വിശേഷങ്ങളുമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. നോഡൽ സെൻറ്റർ ഫോർ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ലാബാണ്. ഈ ലാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോളേജിന് വേണ്ടി മാത്രമല്ല, എല്ലാ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്കും എല്ലാ പോളിടെക്നിക്കുകൾക്കും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്കും ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഒരു ഓൾ ടെറൈൻ വെഹിക്കിൾ എന്ന് പറയും. അതായത് നമുക്ക് എല്ലാ ടെറൈൻസിൽ കൂടെയും ഓടിക്കാൻ പറ്റുന്ന ഒരു റോബോട്ടായത്, മീൻസ് വെഹിക്കിളായത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഈ കാണുന്നത് ഓട്ടോ സ്റ്റിയറിങ്ങാണ്. അപ്പോൾ നമ്മൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോണമസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും. സോ ഡ്രൈവർ ഇല്ലാതെ നമുക്കിത് ഓടിക്കാൻ പറ്റും. NCR ലാബിൽ 2 റോബോട്ട്സ് ഉണ്ട്. അതിൽ ഒന്ന് ഇത് ഡ്യൂലാർ റോബോട്ടാണ്. ഇത് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നട്ട്സും ബോൾസും അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പർപ്പസിന് വേണ്ടി എന്നുള്ള രീതിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിക്ക് പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് നമ്മളെ 2ാമത്തെ റോബോട്ടാണ്, മിത്സുബിഷി ഇലക്ട്രിക്കിൻ്റെ. ഇത് നമ്മൾ അതേമാതിരി ഡ്യൂലാമല്ല, ഇത് സിംഗിളാർമ. ഇത് റോസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ സാധാരണ ഇതിപ്പോൾ ഇതിൻ്റെ റിമോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണത് നിലവിൽ. ഇതൊരു 3D പ്രിൻ്ററാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് 4 തരം പ്ലാസ്റ്റിക്സ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. FDM ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ് ആണ് ടെക്നോളജി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് മോഡൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്ത് 2014-ലാണ്. 2014 ശേഷം ഇപ്പോൾ നമുക്ക് ഏകദേശം 19ഓളം സ്റ്റാർട്ടപ്സ് ആണ് ഇവിടെ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതുവരെ 2021 മുതൽ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ട്, സ്വാവലംബൻ ചെയർ ഫോർ MSME സൊല്യൂഷൻ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നമുക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിലെ ഒരു ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഡു ഇറ്റ് ഇന്നോവേഷൻസ് ആണ് ഈ കമ്പനിയുടെ പേര്. നമുക്ക് ഏതാണ്ട് 18ഓളം സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കോളേജിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട്. സർ, ഇതൊരു റോബോട്ടാണ്. ഒട്ടോ ആണ് പേര്. ഇത് കുട്ടികൾക്ക് വേണ്ടി അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ്. ഏകദേശം 75 ഏക്കറിന് പരന്നു കിടക്കുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കേരളത്തിലെ 2nd ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ കോളേജിൽ 9 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും NBA അക്രഡിറ്റഡ് ആണ്.
മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുത്തൻ ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം മറക്കണ്ട, അരുതക്രമം അരുത് ലഹരി. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്.